കൂട്ടുകാരെ, എല്ലാവർക്കും A+ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ബയോളജിയിലെ ജീവശാസ്ത്രത്തിലെ 1ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിന്റെ പേര് പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ അഥവാ ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ എന്നാണ്. നമുക്കറിയാം, നമ്മുടെ ഈ ഭൂമി ഒരുപാട് ജീവജാലങ്ങൾ ഉൾപ്പെട്ടുകൊണ്ട് ഒരു ആവാസ വ്യവസ്ഥയായിട്ട് ഒരു മുഴുവൻ മൊത്തം ഒരു സിസ്റ്റമായിട്ട് ജീവിച്ചു പോകുന്നുണ്ട് അല്ലെ. ഇതിന്റെ പ്രൊട്ടക്ഷൻ ആരാണ് ഇതിന്റെ സംരക്ഷണത്തിൽ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നത്, അവർ വഹിക്കുന്ന റോൾ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ജൂൺ 5 വേൾഡ് എൻവയോൺമെന്റ് ഡേ, ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കാറുണ്ട്. അന്ന് നമ്മൾ ധാരാളം മരത്തിന്റെ പ്രാധാന്യം, ട്രീസിന്റെ പ്ലാന്റ്സിന്റെ പ്രാധാന്യത്തെ കുറിച്ച്, അവരുടെ നമുക്ക് നൽകുന്ന മറ്റു പ്രോസിനെ കുറിച്ച്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഡിസ്കസ് ചെയ്യാറുണ്ട്. അന്ന് നമ്മൾ ധാരാളമായിട്ട് എടുത്തു സംസാരിക്കുന്ന, വളരെയധികം ചർച്ചയാക്കുന്ന ഒരു വാക്കാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് അല്ലെ. ഗ്ലോബൽ വാർമിംഗ് മലയാളത്തിൽ എന്താ പറയാ? ആഗോള താപനം. ആഗോള താപനം എന്ന് പറയുന്നത് എന്താ ഈ വാക്കിന്റെ അർത്ഥം? ആഗോള താപനം എന്ന് വെച്ചാൽ മുഴുവൻ ഭൂമിയുടെ ചൂട് എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. ഗ്ലോബലി എന്ത് ചെയ്യുക, വാർമിംഗ്, ചൂടുണ്ടാവുന്ന പ്രവർത്തനത്തെ പറയുന്ന പേരാണ് എന്ത്, ഗ്ലോബൽ വാർമിംഗ് എന്ന് വെച്ചാൽ മൊത്തം ഭൂമിയിലെ ചൂട് എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്തുകൊണ്ട് കൂടിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് എന്ത്, ഗ്ലോബൽ വാർമിംഗ്. എങ്ങനെയാണ് ഈ ഭൂമിയിലെ ചൂട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിന് കുറെ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ചൂട് കൂടാൻ കാരണമാകുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഗ്ലോബൽ വാർമിംഗ് സംഭവിക്കാൻ കാരണമാകുന്ന കുറച്ച് ഗ്യാസസ് അറ്റ്മോസ്ഫിയറിലുണ്ട്. കുറച്ച് ഗ്യാസസ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ചില കണ്ടന്റ്സ് എന്തുണ്ട്, അറ്റ്മോസ്ഫിയറിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കണ്ടന്റുകളാണ് നമുക്കറിയാം CO2, കാർബൺ ഡയോക്സൈഡ് അല്ലെ. കാർബൺ ഡയോക്സൈഡ്. മറ്റൊരു ഘടകമാണ് എന്ത്, CH4, മീഥേൻ എന്നൊക്കെ പറയുന്ന സാധനം അല്ലെ. ഇനി മറ്റൊരു ഘടകം വാട്ടർ വേപ്പർ കണ്ടന്റ് ആണ്. ഇതിനൊക്കെ പറയുന്ന പേരാണെന്ത്, ഇങ്ങനെ ഗ്രീൻ ഹൗസ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് അഥവാ ഹരിതഗ്രഹവാതകങ്ങൾ. ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് അഥവാ ഹരിതഗ്രഹവാതകങ്ങൾ. ഹരിതഗ്രഹവാതകങ്ങൾ എന്ന് നമ്മൾ പറയും. എന്തിന്? ഇത്തരം ഗ്ലോബൽ വാർമിംഗിന്റെ തോത് വർദ്ധിപ്പിക്കുന്ന, റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഗ്യാസസിനെ പറയുന്ന പേരാണ് എന്ത്, ഗ്രീൻ ഹൗസസ് ഗ്യാസ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവർ ആരൊക്കെയാണ്? CO2, CH4. ഇതിൽ തന്നെ CO2വിനെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും സംസാരിക്കുക. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അന്തരീക്ഷത്തിൽ കൂടുന്നു, അറ്റ്മോസ്ഫിയറിൽ ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്ലോബൽ വാർമിംഗ് സംഭവിക്കുന്നു, ഭൂമിയുടെ ചൂട് കൂടുന്നു. ഇങ്ങനെ ചൂട് കൂടിക്കഴിഞ്ഞാൽ, ഇങ്ങനെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് അതിനെ കൊണ്ടുണ്ടാകുന്ന ദോഷം? എന്താണ് അതിനെ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട്? പ്രോബ്ലം എന്താ പ്രോബ്ലം? ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം ആണ് എന്ത്, നമ്മുടെ ഓരോ സീസൺ അല്ലെങ്കിൽ ഓരോ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത്, കൃഷിയൊക്കെ നടക്കുന്നത് എങ്ങനെയാ? നമ്മുടെ ചൂടിനനുസരിച്ചും മഴ അനുസരിച്ചും നമ്മുടെ തണുപ്പിനനുസരിച്ചും ഒക്കെ ഓരോ സ്ഥലത്ത് ഓരോ കണ്ടീഷൻ അനുസരിച്ചാ. അപ്പോ ഒരു സ്ഥലത്തെ കണ്ടീഷൻ എന്ത് ചെയ്യാ, പെട്ടെന്ന് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് തണുപ്പുള്ളത് എന്ത് ചെയ്യുക, ചൂടായിട്ട് മാറുക. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഈ ചില അഗ്രികൾച്ചറൽ പ്ലാന്റ്സിന് എന്ത് ചെയ്യും, ഇത് നന്നായിട്ട് ബാധിക്കും. അവർക്ക് വേണ്ട അറ്റ്മോസ്ഫിയറിലുള്ള ടെമ്പറേച്ചറിനെക്കാട്ടിലും മാറ്റം വരുമ്പോ അതിന്റെ എന്ത് ചെയ്യും, അതിന്റെ വിളക്ക് എന്ത് ചെയ്യും, മാറ്റം വരും. അതിന്റെ പ്രൊഡക്ഷനിൽ ഇച്ചിരി കുറവ് വരും. ഇങ്ങനെയുള്ള ഒരു പ്രശ്നമാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് നമ്മുടെ രണ്ട് ധ്രുവങ്ങളിലെ പോൾസിൽ, എർത്തിന്റെ രണ്ട് പോൾസ്, ആർട്ടിക് പോളും അന്റാർട്ടിക് പോളും, ഈ പോൾസിൽ എന്ത് ചെയ്യും, ഐസ് ആണ് നമുക്കറിയാം. ഐസ് മെൽറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക, ഐസ് മെൽറ്റ് ചെയ്താൽ വാട്ടർ ആയിട്ട് മാറും. ഈ വാട്ടർ കണ്ടന്റ് നേരെ എങ്ങോട്ടാ പോവുക, നേരെ ഓഷ്യൻ ലെവലിൽ എന്ത് ചെയ്യും, അത് കൂടി കൂടി വരും. ഇങ്ങനെ ഓഷ്യൻ ലെവൽ എന്ത് ചെയ്യും, ഈ ഐസ് മെൽറ്റ് ചെയ്തിട്ട് ഉരുകിയിട്ട് എന്ത് ചെയ്യും, ഓഷ്യൻ ലെവൽ ഇൻക്രീസ് ചെയ്യും. ഓഷ്യൻ ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോഴോ ഓഷ്യൻസിൽ ധാരാളമായിട്ടുള്ള ഐലൻഡ്സ്, നമ്മളെന്ന് പറയാം ഐലൻഡ്സ് അല്ലെങ്കിൽ ഓഷ്യൻസിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങള്, അതെല്ലാം എന്തിനടിയിലാവും, വെള്ളത്തിന്റെ താഴെയാവും. അപ്പൊ കുറെ സ്ഥലം നമുക്ക് നഷ്ടപ്പെടും, അവിടെയുള്ള ജീവജാലങ്ങൾ നശിക്കും, അവിടെയുള്ള മറ്റു ബയോസ്ഫിയർ എന്ത് ചെയ്യും, നശിക്കാൻ അത് കാരണമാകും. ഇതൊരു പ്രധാനപ്പെട്ട ദോഷമാണ്, ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലമാണ് ഇതിന്റെ ഗ്ലോബൽ വാർമിംഗിന്റെ, എന്തിനും ഓഷ്യൻ ലെവൽ അങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ അതൊരു പ്രശ്നമാണ്. അപ്പൊ ഈ ഓഷ്യൻ ലെവൽ ഇൻക്രീസ് ചെയ്യുക, ഇങ്ങനെ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൽ പ്രോബ്ലം ഉണ്ടാവുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, ഗ്ലോബൽ വാർമിങ്ങിനെ തടയണം.
ഗ്ലോബൽ വാർമിങ്ങിനെ തടയണമെങ്കിൽ എന്ത് ചെയ്യണം? അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒരു നിശ്ചിത അളവിലും കൂടുതലുള്ള ഒരു നിശ്ചിത അളവ് ഉണ്ടാകും. ആ നിശ്ചിത അളവിലും കൂടുതലുള്ള ലിമിറ്റ് കൂടിക്കഴിഞ്ഞാൽ അതിന്റെ ഇൻക്രീസിനെ നമ്മൾ എന്ത് ചെയ്യണം? തടയണം. അതിനെ തടയാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അതിനെ തടയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ അന്തരീക്ഷത്തിലെ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ അളവില് ഒരു ബാലൻസ് കൊണ്ടുവരാൻ സഹായിക്കുന്നത് ആര് എന്ന് നോക്കണം. ഒരു ബാലൻസ് കൊണ്ടുവരാൻ സഹായിക്കുന്നത് ആര്? അതിൽ പ്രധാനപ്പെട്ട ആളാണ് ആര്? പ്ലാന്റ്സ്. ആരാണ്? സസ്യങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ബാലൻസ് തുലനം ചെയ്യാൻ എന്തിന് സഹായിക്കുന്നത്? ഏതുമായിട്ട്? ഓക്സിജനുമായിട്ട്. എന്തുമായിട്ട്? ഓക്സിജനുമായിട്ട്. അപ്പൊ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒക്കെ ബാലൻസിന് സഹായിക്കുന്നത് ആരാ? പ്ലാന്റ്സ് ആണ്. അപ്പൊ ഈ പ്ലാന്റ്സ് എങ്ങനെയാ? പ്ലാന്റ്സ് നമ്മൾ എന്ത് ചെയ്യും? അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യും. അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്തിട്ട് അവരെന്ത് ചെയ്യുന്നു ചോദിച്ചാൽ അവർ രണ്ട് കാര്യങ്ങളാക്കി മാറ്റും. ഒന്ന് ഓക്സിജൻ ആക്കി മാറ്റും, ബാക്കിയുള്ള എന്ത് ചെയ്യും? ഗ്ലൂക്കോസ് ആക്കി മാറ്റും. ഓക്സിജൻ ആക്കി മാറ്റും, ഗ്ലൂക്കോസ്. ഓക്സിജൻ എന്ത് ചെയ്യും? അന്തരീക്ഷത്തിലേക്ക് വീണ്ടും അറ്റ്മോസ്ഫിയറിലേക്ക് വരും. അത് ആനിമൽസിനും ഇവർക്കൊക്കെ ശ്വസിക്കാൻ ഉപയോഗിക്കാം. അവർ വീണ്ടും റെസ്പിറേഷൻ നടക്കും. അത് വീണ്ടും ഈ സൈക്കിൾ പോലെ തുടർന്നുകൊണ്ടിരിക്കും. ഇതിലെ ഗ്ലൂക്കോസും അങ്ങനെ തന്നെയാണ്. എന്ത് ചെയ്യും? ഒന്നെങ്കിൽ പ്ലാന്റ്സ് ഈറ്റ് ചെയ്യുമ്പോൾ അത് മനുഷ്യരിലേക്കോ ആനിമൽസിലേക്കോ എത്തും, അല്ലെങ്കിലോ മറ്റു ഭൂമിയിൽ ലയിച്ചു ചേർന്നിട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലും സൈക്കിളായിട്ട് ഈ പ്രവർത്തനം എന്ത് ചെയ്യും? തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് ഇവിടെ സ്വീകരിക്കും, മറ്റവർ സ്വീകരിക്കുന്നു, അടുത്തേക്ക് പ്ലാന്റ്സ്, ആനിമൽസ്, അങ്ങനെ എന്ത് ചെയ്യും? ഇതൊരു സൈക്കിൾ പോലെ എന്ത് ചെയ്യും? ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഒരു ഓക്സിജൻ, പ്ലാന്റ്സിന്റെയും ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒക്കെ ഒരു സൈക്കിൾ എങ്ങനെയാണ്. അത് ജസ്റ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആര് റെസ്പിറേറ്റ് ചെയ്യുന്നു, ആര് പുറത്തു വിടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. അത് നോക്കിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്ലാന്റ്സ് ആണ് ഇതിന് സഹായിക്കുന്നത്. എന്തുകൊണ്ടാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടാത്തത്? പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഓക്സിജന്റെ അളവ് കുറയാത്തത്? പ്ലാന്റ്സ് പുറത്തു വിടുന്നത് കൊണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ഈ രണ്ട് റീസൺസ് മാത്രം ഓർത്തു വെച്ചാൽ മതി. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടാത്തത് പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയാത്തത്, ഓക്സിജന്റെ അളവ് കുറയാത്തത് പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നത്? പുറത്തു വിടുന്നത് കൊണ്ട്. ഇനി എങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നത്? അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമ്മുടെ ഫാക്ടറീസ്, ഇൻഡസ്ട്രീസ്, നമ്മുടെ വ്യവസായങ്ങളിലും നമ്മുടെ ഫാക്ടറികളിലൊക്കെ പുറത്തുവിടുന്ന ഈ പുകയിലൊക്കെ എന്തുണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡ് ധാരാളമായിട്ട് ഉണ്ടാകും. ഇതെന്ത് ചെയ്യാണ്? ഈ അന്തരീക്ഷത്തിലെ ചൂട് കൂടാൻ കാരണമാവുകയാണ്. അപ്പൊ ഇതിനെ സഹായിക്കുന്ന പ്ലാന്റ്സ്. അതുകൊണ്ടാണ് നമ്മൾ എൻവയോൺമെന്റ് ഡേ വരുമ്പോൾ പ്ലാന്റ്സിന്റെ ഇമ്പോർട്ടൻസ്, ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പ്ലാന്റ്സിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. പ്ലാന്റ്സ്. ഇനി വേറെ കാര്യം കൂടി പറയാം. ഇപ്പോ ഇവിടെ ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു കുറേ മരങ്ങളുണ്ട് വിചാരിക്കുക. ഈ മരങ്ങളിൽ കുറച്ച് ഭാഗം നമ്മൾ എന്ത് ചെയ്തു? കട്ട് ചെയ്ത് ഒഴിവാക്കി. കുറച്ച് മരങ്ങൾ എന്ത് ചെയ്തു? കട്ട് ചെയ്ത് ഒഴിവാക്കി. അപ്പോ ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ഇത്രയും മരങ്ങൾ എന്ത് ചെയ്തിരുന്നു? സ്വീകരിച്ചിരുന്നു. പിന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കുമ്പോഴോ ഈ മരങ്ങൾ എന്ത് ചെയ്യുന്നില്ല? കാർബൺ ഡൈ ഓക്സൈഡിനെ ഇവിടെ സ്വീകരിക്കാൻ ആളില്ല. അപ്പൊ ആ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യാം? അത്രയും കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യും? വെറുതെ കിടക്കണം. അപ്പൊ ആ സൈക്കിൾ ഫുൾ ആവില്ല. ഫുൾ ആവില്ല. നേരത്തെ ഉണ്ടായിരുന്ന അത്ര പേര് ഇപ്പോ ഇല്ല. അപ്പൊ അതെന്ത് ചെയ്യും? ആ സൈക്കിളിനെ ബാധിക്കും. അപ്പൊ എന്താണ്? അതുകൊണ്ടാണ് എന്തിന് ഈ മരം മുറിക്കുന്നത് എന്ത് ചെയ്യാണ്? ഈ ഗ്ലോബൽ വാർമിങ്ങിന്റെ തോത് വർദ്ധിപ്പിക്കുന്ന, റേറ്റ് ഇൻക്രീസ് എന്ന് പറയുന്നത്. കാരണം ഫാക്ടറികൾ നമ്മൾ നിർത്തുന്നില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? മരങ്ങളുടെ എണ്ണവും നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടിക്കൊണ്ടേയിരിക്കണം. ഓക്കെ ആണല്ലോ? ഇനി മരങ്ങളിൽ എങ്ങനെയാണ് ഈ പ്രവർത്തനം, എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് ഓക്സിജനെ പുറത്തുവിടുന്ന ഈ പ്രവർത്തനം നടക്കുന്നത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് സസ്യങ്ങളിൽ നടക്കുന്ന ഭക്ഷണം പാകം ചെയ്യൽ, അല്ലെങ്കിൽ സസ്യങ്ങളുടെ കുക്കിംഗ് എന്ന് പറയുന്നതിന് പറയുന്ന പേരാണ് എന്ത്? ഫോട്ടോസിന്തസിസ്. എന്താ പറയാ? ഫോട്ടോസിന്തസിസ്. സസ്യങ്ങളുടെ കുക്കിംഗ് പറഞ്ഞ പേരെന്തേ? ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം. ഫോട്ടോസിന്തസിസ്. ഈ ഫോട്ടോസിന്തസിസ് മുഖേനയാണ് എന്ത് ചെയ്യുന്നത്? സസ്യങ്ങൾ എന്ത് ചെയ്യുന്നത്? അബ്സോർബ് ചെയ്യുന്നതും പുറത്തുവിടുന്നതൊക്കെ. ഇത് മുഖേനയാണ് ഈ ബാലൻസ് അവര് നിലനിർത്തുന്നത്. സസ്യങ്ങൾ ഫോട്ടോസിന്തസിസ് നടക്കാൻ ആരൊക്കെ വേണം? നമ്മൾ മുൻപ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിസ് എവിടെ വെച്ചിട്ടാണ് നടക്കുക? സസ്യങ്ങളുടെ കിച്ചൺ എന്നറിയപ്പെടുന്ന, അടുക്കള എന്നറിയപ്പെടുന്ന ആരാ? ഇലകളാണ് അല്ലെ? ലീവ്സ് ആണ് എന്ത് ചെയ്യുന്നത്? സസ്യങ്ങളുടെ കിച്ചൺ എന്നറിയപ്പെടുന്നത്. ഈ ഇലകളിൽ വെച്ചിട്ട് നടക്കുന്ന പ്രവർത്തനമാണ് എന്ത്? ഫോട്ടോസിന്തസിസ്. ഈ ഫോട്ടോസിന്തസിസിൽ നടക്കുന്ന ഘട്ടങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? കുറച്ച് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യം നമുക്ക് പറയാം, ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ, സസ്യങ്ങൾ ഭക്ഷണം പാകം ചെയ്യണമെങ്കിൽ ആരൊക്കെ വേണം? ഒന്ന് മിനറൽസ് വേണം, അവക്കായിട്ടുള്ള മിനറൽസ്. മറ്റൊന്നാരാ? പിന്നെ വാട്ടർ വേണം, H2O വേണം അല്ലെ? പിന്നെന്ത് വേണം? ക്ലോറോഫിൽ എന്നൊരു സാധനം വേണം. ക്ലോറോഫിൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ക്ലോറോഫിൽ, ഹരിതകം എന്ന് പറഞ്ഞ സാധനം.
ഹരിതകം. ഈ ക്ലോറോഫിലാണ് എന്ത് ചെയ്യുന്നത്? സസ്യങ്ങളുടെ ഇലകൾക്ക് പച്ച നിറം നൽകുന്നത്. സസ്യങ്ങളുടെ ഇലകൾക്ക് എന്ത് നൽകുന്നത്? പച്ച നിറം നൽകുന്ന ആരാ? ക്ലോറോഫിലാണ്. ഇത്തരം ഘടകങ്ങളൊക്കെ എന്തിനു വേണം? ഈ ഫോട്ടോസിന്തസിസ് എന്ന പ്രവർത്തനം നടക്കാന് സസ്യങ്ങളിൽ വേണം. ഇനി അടുത്തൊരു കാര്യം നോക്കാം. ഈ ഒരു മിനറൽസ് H2O ഇതൊക്കെ എങ്ങനെയാ കിട്ടുന്നത്? വേറെ ആളും കൂടി വേണല്ലേ, പ്രധാനപ്പെട്ട ഒരാളും കൂടി ഉണ്ട്. ആരാ? കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ മറന്നു പോയത് കാർബൺ ഡൈ ഓക്സൈഡും വേണം. ഇനി ഇവയ്ക്ക് എങ്ങനെയാ സസ്യങ്ങൾക്ക് ലഭിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാ ലഭിക്കുന്നത്? വെള്ളം അങ്ങനെയാണോ വലിച്ചെടുക്കുന്നത്? ക്ലോറോഫിൽ സസ്യങ്ങളിൽ ഉള്ളതാണ്. അപ്പോ ഈ ഒരു CO2 സസ്യങ്ങൾക്ക് ലഭിക്കുന്നത് എന്തിലൂടെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? സ്റ്റൊമാറ്റോ അല്ലെ, സ്റ്റൊമാറ്റോ ആസ്യരന്ധ്രങ്ങൾ എന്ന് പറഞ്ഞ സാധനം അല്ലെ, സ്റ്റൊമാറ്റോ ഓപ്പൺ ചെയ്ത് തുറക്കൊക്കെ ചെയ്യുന്നത് ഇതിലൂടെയാണ് എന്ത് സസ്യങ്ങൾ ശ്വസിക്കുന്നത് എന്നുള്ള നമ്മൾ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇലകളുടെ താഴെയുള്ള സ്റ്റൊമാറ്റയിലൂടെയാണ് എന്ത് സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുന്നത്. ഇനി മറ്റൊരു കാര്യം പറയാം, എങ്ങനെ മിനറൽസും വാട്ടറും ഒക്കെ കിട്ടുന്നത്? മിനറൽസും വാട്ടറും നമ്മൾ എന്ത് ചെയ്യാം? മരത്തിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അല്ല, താഴെ വേരിന്റെ താഴ്ഭാഗത്ത് ഇട്ട് കൊടുക്കുക ചെയ്യുക, അല്ലെങ്കിൽ മരത്തിന് ചുറ്റും ഇട്ട് കൊടുക്കുക ചെയ്യുക, മണ്ണിലിട്ട് കൊടുക്കുക. അപ്പൊ ഈ മണ്ണിൽ നിന്നും സ്വീകരിച്ച് ആര് സ്വീകരിക്കും? വേരുകൾ, റൂട്ട്സ് സ്വീകരിച്ചിട്ട് അത് എന്തിലൂടെ പോകും? രണ്ട് കുഴലുകൾ ആ സസ്യങ്ങൾക്ക് പ്രധാനമായിട്ടുള്ളത്. അങ്ങോട്ട് ഭക്ഷണം കൊണ്ടുപോകാനും അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ കൊണ്ടുപോകാനും, ഇങ്ങോട്ട് ഭക്ഷണം ഉണ്ടാക്കിയതിനു ശേഷം ഇലകളിലും വേര് റൂട്ട്സിലും നമ്മളെ ഇതിലൊക്കെ സ്റ്റെംസിലൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളവരും. അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകുന്നവരെ സൈലെന്നും ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഫ്ലോ എന്നും പറയും. അപ്പൊ സൈലം കുഴലുകളിലൂടെ ഇത് എന്ത് ചെയ്യും? മുകളിലെ ലീഫുകളിലേക്ക് എത്തും. സ്റ്റെമ്മിലൂടെ സൈലം കുഴലുകളിലൂടെ എന്ത് ചെയ്യും? മുകളിലേക്ക് എത്തും. അപ്പം ആദ്യം എന്ത് ചെയ്യും? സ്റ്റോയില് റൂട്ട്സ് സൈലം വേണേ പറയാം. നമുക്ക് എന്ത് ചെയ്യാം? ബ്രാക്കറ്റിലെ സ്റ്റെമ്മിലുള്ള സൈലം കോയിലുകളിലൂടെ എന്ത് ചെയ്യും? ഇത് മുകളിലേക്ക് എത്തുന്നു. അപ്പൊ എന്താണ് പറഞ്ഞു? ഈ സസ്യങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ഫോട്ടോസിന്തസിസ് എന്ന പ്രവർത്തനം നടത്തുന്നത് എന്നാണ് ഈ പറയാനുള്ളത്. അപ്പൊ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, വാട്ടർ ഉണ്ട്, ഇവരൊക്കെ ഉണ്ട് പങ്കെടുക്കാനുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണത്തിൽ പങ്കെടുക്കുന്ന ലീഫ് അല്ലെങ്കിൽ ലീഫിന്റെ ഭാഗങ്ങൾ, സ്റ്റെമ്മിന്റെ ഭാഗങ്ങൾ, ഇവരൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ? ഈ ക്ലോറോഫിലുള്ള പച്ച നിറത്തിൽ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഈ എന്ത് ചെയ്യുന്നുണ്ട്? ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്നുണ്ട് പറഞ്ഞു. എവിടെ വെച്ചിട്ടാണ് ഈ രാസപ്രവർത്തനം നടക്കുന്നത്? ആരൊക്കെയാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിന് നമ്മൾ ഒരു ലീഫിന്റെ എന്തെടുക്കുന്നു? ഒരു ചെറിയ ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്തെടുക്കും. ചെറിയ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ നമ്മൾ ഛേദം എന്നൊക്കെ പറയും. അതിനെ കട്ട് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യും? മൈക്രോസ്കോപ്പിലൂടെ വെച്ചിട്ട് നോക്കും. അങ്ങനെ നോക്കുന്ന സമയത്ത് ലീഫിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം, ലീഫിന്റെ നമുക്ക് ഏറ്റവും പുറമേയുള്ള ഭാഗം എന്താ? ഒരു മതില് പോലെ ഇങ്ങനെ കെട്ടിയിട്ടുള്ള, നീളത്തിലുള്ള ഒരു മതില് പോലെ ഇങ്ങനെ കെട്ടിയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? എപ്പിഡേമിസ്. എന്താ പറയാ? എപ്പിഡേമിസ് അഥവാ ഉപരിവൃതി. എന്താ പറയാ? ഉപരിവൃതി. ഓക്കെ ആണല്ലോ? അപ്പൊ ഉപരിതലത്തിലുള്ളത് ആലോചിച്ചാൽ മതി. ഏറ്റവും പുറത്തുള്ളത് ഉപരിതലത്തിലുള്ള ഉപരിവൃതി, എപ്പിഡേമിസ്. ഇനി ഇതിന്റെ താഴെ, ഇലകൾക്ക് താഴെ എന്തുണ്ട്? സ്റ്റൊമാറ്റകളുണ്ട്. ഇലകൾക്ക് താഴെ എന്തുണ്ട്? സ്റ്റൊമാറ്റകളുണ്ട്. സ്റ്റൊമാറ്റ നേരത്തെ നമ്മൾ പറഞ്ഞ ഇവ ശ്വസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റൊമാറ്റ അഥവാ ആസ്യരന്ധ്രങ്ങൾ എന്നറിയപ്പെടും. ആസ്യരന്ധ്രങ്ങൾ ഈ സ്റ്റൊമാറ്റകളുണ്ട്. ഇനി ഇതിന്റെ ഉള്ളിൽ എന്തുണ്ട്? മറ്റു പ്ലാന്റ് സെൽസ് ഉണ്ട്. പ്ലാന്റ് സെൽസ് ധാരാളം ഇതിലുണ്ട് കേട്ടോ. ഈ പ്ലാന്റ് സെൽസിലെ ഒന്നിനെ ഇങ്ങോട്ട് പുറത്തെടുക്കുക. ഒരു പ്ലാന്റ് സെല്ലിനെ ഇങ്ങനെ പുറത്തെടുക്കുക. ഈ പ്ലാന്റ് സെല്ലിൽ ഇനി ആരൊക്കെയുണ്ട്? ധാരാളം ആളുകളുണ്ട്. അതിൽ നമ്മൾ ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്ന ഒരാളെ മാത്രം എടുക്കുകയാണ്. അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ക്ലോറോപ്ലാസ്റ്റ്. ഇതിന് പറയുന്ന പേരെന്ത്? ഹരിതഗണം. മറ്റു ഭാഗങ്ങളൊക്കെ നമ്മൾ മുൻപ് പഠിച്ചതാണ്. ഹരിതഗണം ഏതാണ്? ഹരിതഗണം അഥവാ ക്ലോറോപ്ലാസ്റ്റ്. ഈ ക്ലോറോപ്ലാസ്റ്റിനുള്ളിൽ മൂന്നാളുകളാണ് പ്രധാനമായിട്ടുള്ളത്. ആരൊക്കെ? മൂന്നാളുകൾ. ഒന്ന് ഇതിന്റെ ഒരു ഡബിൾ മെംബ്രെയിൻ ആണ്. ഈ സെല്ലിന്റെ ഉള്ളിലെ സെല്ലാണ് നമ്മൾ പുറത്തെടുത്തത്. ഈ സെല്ലിന്റെ ഉള്ളിൽ ക്ലോറോപ്ലാസ്റ്റ് എന്നൊരു ഭാഗമുണ്ട്. അതിനെ ഞാൻ വീണ്ടും പുറത്തെടുത്താണ്. ഇതിനെന്തുണ്ട്? ഒരു ഡബിൾ മെംബ്രെയിൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു ഇരട്ട സ്ഥലം, ഒരു ഡബിൾ മെംബ്രെയിൻ അഥവാ ഒരു ഇരട്ട സ്ഥലം. ഒന്നുകൂടി പറയാം.
ആദ്യം നമ്മൾ ഒരു സെല്ലിനെ എടുക്കുന്നു, ഒരു ഇലയുടെ ചേതഭാഗം, ഒരു ചെറിയ ഇല കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിന്റെ ഏറ്റവും പുറമേ ഭാഗം നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കി കഴിഞ്ഞാൽ എപ്പിഡെമിസ് അഥവാ ഉപരിവൃതി, താഴെ നമുക്ക് സ്റ്റൊമാറ്റ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഒരു നമ്മുടെ പയറുമണിയുടെ വിത്തില് അതേപോലെ ഷേപ്പുള്ള രണ്ട് ഷേപ്പുകൾ അപ്പുറമുള്ള ഒരു, അല്ലെങ്കിൽ കിഡ്നിയുടെ ഷേപ്പ് എന്നൊക്കെ പറയാം, അതിന്റെ ഷേപ്പുള്ള രണ്ട് സ്റ്റൊമാറ്റകൾ കാണാൻ പറ്റും. ഇതിലുള്ള നമ്മൾ ഒരു സെല്ലിനെ മാത്രം ഇങ്ങോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ സെല്ലിന്റെ ഉള്ളിൽ ധാരാളം ആളുകളുണ്ട്. അതിലെ ആരെ മാത്രം എടുക്കുന്നു? ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്ന ക്ലോറോപ്ലാസ്റ്റിനെ മാത്രം നമ്മൾ പുറത്തെടുക്കുന്നു. ആ ക്ലോറോപ്ലാസ്റ്റിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തത് ഒരു ഡബിൾ മെമ്പറൈൻ ആണ്, ഒരു ഇരട്ട സ്ഥലമാണ്. പിന്നുള്ള ഒരാളാണ് ഇതിന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് പാർട്ട്. ഇതിനുള്ളിൽ എന്തുണ്ട്? ഒരു ഫ്ലൂയിഡ് പാർട്ട് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് എന്ത്? സ്ട്രോമ. എന്താ പറയാ? സ്ട്രോമ, ഒരു ഫ്ലൂയിഡ് പാർട്ട് അഥവാ ഒരു ദ്രാവക ഭാഗം. ഇതിനകത്തുള്ള ദ്രാവക ഭാഗത്തിന് പറയുന്ന പേരുണ്ട് സ്ട്രോമ. ഈ ഡബിൾ മെമ്പറൈൻ ഇരട്ട സ്ഥലം എന്ന് പറയും. സ്ട്രോമക്ക് എന്ന് മലയാളത്തില് സ്ട്രോമ തന്നെ പറയാം. ഇനി വേറൊരു സാധനം ഉണ്ട്, ഇങ്ങനെ അട്ടി വെച്ച പോലെ ഒരു സാധനം ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഓർത്തു വെക്കാൻ വേണ്ടി നെയ്യപ്പം അട്ടി വെച്ചതുപോലെ നമുക്ക് ആലോചിക്കാം. നെയ്യപ്പം അട്ടി വെച്ചത് പോലുള്ള ഒരു ഷേപ്പ്. ആ ഷേപ്പിനെ പറയുന്ന പേരാണ് എന്ത്? ഗ്രാന. എന്താ പറയാ? ഗ്രാന. അപ്പൊ സ്ട്രോമ, ഗ്രാന, ഒരു ഡബിൾ മെമ്പറൈൻ. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു സെല്ല് എടുത്തു കഴിഞ്ഞാൽ ആ സെല്ലിന്റെ ഉള്ളിൽ ആരുണ്ട്? ഒരു ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, നമ്മളെ സഹായിക്കുന്ന. ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ട്? ആസ്യ ഡബിൾ മെമ്പറൈൻ ഉണ്ട്, ആസ്യരന്ധ്രങ്ങളുണ്ട്, ഗ്രാന ഉണ്ട്. ഇനി ഈ ഗ്രാന ആരൊക്കെയുണ്ട്? ചില ഭാഗങ്ങളുണ്ട്. അവയെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ ക്ലോറോഫിൽ, പച്ച നിറം നൽകുന്ന, ഇലകൾക്ക് പച്ച നിറം നൽകുന്ന, അല്ലെങ്കിൽ സ്റ്റെംസിന് പച്ച നിറം നൽകുന്ന ഈ ഒരു ഭാഗമാണ് ക്ലോറോഫിൽ. അല്ലെ? എന്ന് വെച്ചാൽ ഹരിത കണങ്ങൾ. അല്ലെ? ഹരിത കണങ്ങൾ, ഹരിതകം, ഹരിത കണങ്ങൾ. ഇത് മാറിപ്പോയത്. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഹരിത കണത്തിലുള്ള ഡബിൾ മെമ്പറൈനും സ്ട്രോമയും ഗ്രാനയും ഒഴിച്ച് ഇതിന്റെ ഉള്ളിലേക്ക്, ഗ്രാനയുടെ ഉള്ളിൽ ആരാണുള്ളത്? ഗ്രാനയുടെ ഉള്ളിൽ ആരാള്? ഗ്രാനയുടെ ഉള്ളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്ന, അല്ലെങ്കിൽ സ്റ്റെംസിന് പച്ച നിറം നൽകുന്ന ഒരു പാർട്ട് ഉണ്ട്. അതിനെ പറയുന്ന പേരാണിത് ക്ലോറോഫിൽ അഥവാ ഹരിതകം. ഇത് ഹരിത കണമാണ്. ഇതെന്താ? ഹരിതകം. ഗ്രാനയുടെ ഉള്ളിലുള്ളതിനെ നമ്മൾ എന്ത് പറയും? ഹരിതകം എന്ന് പറയും. ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ. ക്ലോറോഫിൽ. ക്ലോറോഫിൽ ഏതൊക്കെയുണ്ട്? ഏതൊക്കെ തരം ക്ലോറോഫിലുകൾ ഉണ്ട്? അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇത് മായിട്ടാണ്. ക്ലോറോഫിൽ ഏതൊക്കെയുണ്ട്? ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി. ക്ലോറോഫിൽ എ ഉണ്ട്, ക്ലോറോഫിൽ ബി ഉണ്ട്. ഇനി മറ്റു 2 ഘടകങ്ങൾ കൂടി ഉണ്ട്. അതിലൊന്ന് കരോട്ടിൻ ആണ്, കരോട്ടിൻ. രണ്ടാമത്തത് സാന്തോഫിൽ. രണ്ടാമത്തേതാ? സാന്തോഫിൽ. അപ്പൊ 4 ഘടകങ്ങളാണ് ഗ്രാനയിലുള്ളത്. ഒന്ന് ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കരോട്ടിൻ, സാന്തോഫിൽ. ഈ 4 ഘടകങ്ങളും എന്തിനാ സഹായിക്കുന്നത് നിങ്ങൾക്കറിയോ? നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം, ഇലകളിലുള്ള പാചകം നടക്കണമെങ്കിൽ അതിൽ പ്രധാനമായിട്ട് കുറച്ച് ഘടകങ്ങൾ വേണം. അതിൽ എണ്ണിയത് ആരൊക്കെയാണ്? നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് എണ്ണിയിരുന്നു, ജലത്തെ എണ്ണിയിരുന്നു, മിനറൽസിനെ എണ്ണിയിരുന്നു, മറ്റു ഘടകങ്ങൾ. പിന്നെ ഏതാണ് നമ്മൾ എണ്ണിയിരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, മിനറൽസ്. അല്ലെ? ഇനി അതിൽ പ്രധാനപ്പെട്ട ഒരു വസ്തു ക്ലോറോഫിൽ എണ്ണിയിരുന്നു. അതിലും പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് എന്ത്? സൂര്യപ്രകാശം, സൺലൈറ്റ്. സൺലൈറ്റിന്റെ സാന്നിധ്യത്തിലാണ് എന്ത് നടക്കുക? ഈ ഒരു ഫോട്ടോസിന്തസിസ് പരിപാടി നടക്കുക. അപ്പൊ ഈ സൺലൈറ്റിനെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്നവരാണ് ആര്? ഈ ക്ലോറോഫിൽസ്. സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നവരാണ് ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കരോട്ടിൻ, സാന്തോഫിൽ. മറന്നു പോകരുത്. ഈ 4 പേരും സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യും. എന്നാൽ ഇതിലെ 4 പേരും സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ 3 ആളുകളെ അബ്സോർബ് ചെയ്തതിനു ശേഷം ആർക്ക് കൊടുക്കും? ക്ലോറോഫിൽ എക്ക് കൊടുക്കും. ക്ലോറോഫിൽ എക്ക് കൊടുക്കും. ബാക്കി വരുന്ന ക്ലോറോഫിൽ എ ആണെന്ത്? അബ്സോർബ് ചെയ്തിട്ട് സ്വയം ഉപയോഗിക്കുന്നത്. മറ്റു 3 പേര് എന്ത് ചെയ്യാ? ഈ അബ്സോർബ് ചെയ്യാൻ മാത്രമുള്ളവരാണ്. അവർ അബ്സോർബ് ചെയ്തതിനു ശേഷം ആർക്ക് കൊടുക്കും? ക്ലോറോഫിൽ എക്ക് കൊടുക്കും. അപ്പോൾ ഈ 3 പേരും ക്ലോറോഫിൽ എയിലേക്ക് ലൈറ്റിനെ അബ്സോർബ് ചെയ്തതിനു ശേഷം കൊടുക്കും. എന്നാൽ ക്ലോറോഫിൽ എ മാത്രം എന്ത് ചെയ്യും? അവയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യും? ഫോട്ടോസിന്തസിസിൽ പങ്കെടുക്കും. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് ഒരു പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയറിൽ പ്രധാന ഘടകം വഹിക്കുന്നത് പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സിലെ തന്നെ ഫോട്ടോസിന്തസിസ് എന്ന പ്രവർത്തനമാണ് ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ ബാലൻസിനെ സഹായിക്കുന്നത്. ആ ഓക്സിജൻ ബാലൻസിനെ സഹായിക്കുന്ന ഫോട്ടോസിന്തസിസിന്റെ പ്രവർത്തനത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ആരാണ്? ക്ലോറോപ്ലാസ്റ്റ് എന്ന
ക്ലോറോപ്ലാസ്റ്റ് എന്ന സെല്ലിലെ അല്ലെങ്കിൽ ലീഫിന്റെ ഇടയിലുള്ള ഒരു സെല്ലിലെ ഒരു ചെറിയ ഭാഗമാണ് ക്ലോറോപ്ലാസ്റ്റ്. ആ സെല്ലിലെ ക്ലോറോപ്ലാസ്റ്റിനുള്ളിലെ ക്ലോറോഫിൽ എന്ന പിഗ്മെന്റ്സ്, ക്ലോറോഫിൽ എന്ന ഏതൊക്കെ? ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, സാന്തോഫിൽ, കരോട്ടിൻ, ഇവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ലൈറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് എന്ത് സഹായിക്കുന്നത്? ഫോട്ടോസിന്തസിസിനെ സഹായിക്കുന്നത്. ഇതിലെ തന്നെ ക്ലോറോഫിൽ ബിയും കരോട്ടിനും സാന്തോഫിലും ലൈറ്റിനെ അബ്സോർബ് ചെയ്തതിനു ശേഷം ക്ലോറോഫിൽ എയിലേക്ക് കൊടുക്കുന്നു. ക്ലോറോഫിൽ എ മാത്രമാണ് ഫോട്ടോസിന്തസിസിൽ, പ്രകാശ സംശ്ലേഷണത്തിൽ ഡയറക്റ്റ് ആയിട്ട് പങ്കെടുക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഈ വീഡിയോസിന്റെ ലിങ്കും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നോട്ടുകളും സംശയങ്ങളും ഒക്കെ അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ആ സംശയത്തിന്റെ ഉത്തരങ്ങളൊക്കെ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. സി യു, ബൈ.